ഗുരുവായൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രചാരണ ഫ്ലക്സ് ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി മണലൂരിലെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപൻ. പച്ചയായ വർഗീയ സിഗ്നച്ചറുകൾ ഉണ്ടാക്കുന്നത് ക്രൂരമാണെന്ന് അദ്ദേഹം പറയുന്നു. മതം നോക്കിയല്ല കേരളത്തിൽ വിശ്വാസികൾ വോട്ട് ചെയ്യുന്നതെന്നും ടി.എൻ. പ്രതാപൻ 24 പറഞ്ഞു. കാണാം തനേഷ് തമ്പി തയ്യാറാക്കിയ ഗ്രൗണ്ട് സീറോ. മണലൂർ നിയോജക മണ്ഡലത്തിലാണ്. ജനകീയരായ സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനവിധി തേടുന്നത്. കോൺഗ്രസിന് വേണ്ടി ടി.എൻ. പ്രതാപനും, CPIM-ന് വേണ്ടി സി രവീന്ദ്രനാഥും, BJP-ക്ക് വേണ്ടി KK അനീഷ് കുമാറും മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ടി.എൻ. പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ്. എങ്ങനെയുണ്ട് പോകുന്നത്? ഭയങ്കര ആത്മവിശ്വാസത്തോടെ, ഭയങ്കര ഒരു ആവേശത്തോടു കൂടെയാണ് ഈ കൊടും ചൂടിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത്. ഏത് ഗ്രാമത്തിൽ ചെന്നാലും, അതായത് കാർഷിക ഗ്രാമമാണ് മണലൂർ, ഏത് ഗ്രാമത്തിൽ ചെന്നാലും രാഷ്ട്രീയത്തിനും മതത്തിനും സമുദായത്തിനും അതീതമായി ആളുകളുടെ ഒരു പ്രതികരണം എന്നെ വല്ലാതെ വികാരഭരിതമാക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന് ശക്തമായ വേരുകളുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ LDF-ന്റെ MLA ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ശരിയായ നാടൻ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ ചുണ്ടിനും കപ്പിനിടയിൽ നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണ്. പുതിയ മണലൂർ വന്നപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ജയിച്ചതല്ല. 2011 പുതിയ മണലൂർ മണ്ഡലം ഉണ്ടാകുന്നത്. പിന്നീട് വന്ന 2 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മണലൂർ നഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ ഒരു നോട്ടപ്പെശക് കൊണ്ടാണ് എന്ന് ആണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആ നോട്ടപ്പെശക് കൊണ്ട് നഷ്ടപ്പെട്ട മണലൂർ തിരിച്ചു പിടിക്കാനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ BJP-ക്ക് അഭൂതപൂർവമായ ഒരു വളർച്ചയുണ്ടായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറി. എങ്ങനെയാണെന്നോ അപ്പോൾ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുണ്ട് ഈ മണ്ഡലത്തിൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2019 ഒരു ലോക്സഭാ ഇലക്ഷൻ നടന്നിട്ടുണ്ടല്ലോ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച് എനിക്ക് 12,790 വോട്ട് ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ് മണലൂർ. അന്ന് ഞാൻ ഇപ്പോഴത്തെ തൃശ്ശൂരിലെ MP-യെ ഇവിടെ 3-ാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടു. തൃശ്ശൂരിലും 3-ാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ വോട്ട് LDF-ന്റെ വോട്ടും കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറി പോയിട്ടുണ്ടായിരുന്നു. 2024 ഇലക്ഷൻ ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ തിരിച്ചു പിടിക്കും. തൊട്ടടുത്ത മണ്ഡലമാണ് ഗുരുവായൂർ. അവിടുത്തെ NDA സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണൻ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. ആദ്യം അത് വലിയ വിവാദമാകുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ആ ബോർഡിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലെ MLA-മാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അത് മതം ഏതാണ് എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത്തരം പ്രചരണത്തെയൊക്കെ എങ്ങനെ കാണുന്നത്? RSS-ൻ്റെയും BJP-യുടെയും സംഘ് പരിവാറിൻ്റെയും ക്രൂരമായ അജണ്ടയാണ് ഈ ഇന്ത്യയിൽ നടക്കുന്നതും. അത് കേരളത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ കമ്പാർട്ട്മെൻറ്റ് വൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഏത് മതവിശ്വാസിയും, ഹൈന്ദവ മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും വെറും മതം മാത്രം നോക്കി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന നാടല്ല കേരളം. ഗുരുവായൂരിൽ BJP 3-ാം സ്ഥാനത്ത് പോകും. ദയനീയമായിരിക്കും BJP-യുടെ ഇത്തവണത്തെ ഗുരുവായൂരിലെ ഇലക്ഷൻ റിസൾട്ട്. അതിന് കാരണം ഇത്തരത്തിലുള്ള പച്ചയായ വർഗീയ സിഗ്നേച്ചറുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ക്രൂരമാണ്. ഇത് മലയാളിയുടെ അടുപ്പിൽ ഈ പരിപ്പ് വേവില്ല. ഉഷാറായിട്ടങ്ങ് മുന്നോട്ട് പോകും. യെസ്, ഷുവർ. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു. 24-ന്റെ എല്ലാ സപ്പോർട്ടിനും പ്രത്യേകമായ സന്തോഷം. 24 തീർച്ചയായിട്ടും മണലൂരിൽ ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് 24-ന് എൻ്റെ പ്രത്യേകമായൊരു ഹാർട്ട് ലൈക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.